മിസ്കാൽ ദർറത്ത് ഖൈർ ചെയ്താൽ കാണും, മിസ്കാൽ ദർറത്ത് ഷർറ് ചെയ്താലും കാണും. സംശയമില്ല, വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ച് പറയുകയാണ്. അത് രണ്ടും കാണുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുമെന്ന വിശ്വാസമുള്ളവരാണ് നമ്മളൊക്കെ. ഈ പ്രായത്തിനിടയ്ക്ക് നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും വഅദും ഖുതുബയും തദ്രീസും തഅല്ലുമും തഅലീമും ഇഅ്തികാഫുമായി ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്വകാര്യമായും അല്ലാതെ നമ്മൾ ഗീബത്ത് പറഞ്ഞവരും നമീമത്ത് പറഞ്ഞവരും കള്ളം പറഞ്ഞവരും അങ്ങനെ കാണാൻ പാടില്ലാത്ത കണ്ടവരും കേൾക്കാൻ പാടില്ലാത്ത കേട്ടവരുമായ ഒരുപാട് ദമ്പുകളും ഷർറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടും കാണും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഷർറ് ചെയ്തോ കാണും, ഖൈർ ചെയ്താലും കാണും. ഖൈർ ചെയ്തവർക്ക് പക്ഷേ സന്തോഷിക്കാൻ ഈ ആയത്ത് വകയില്ല. ഈ ആയത്ത് ഓതിക്കൊണ്ട് ഈ ആയത്ത് കേട്ടുകൊണ്ട് വീണ് ബോധരഹിതരായ മരിച്ചുപോയ ഒരുപാട് സാഹിത്യങ്ങളെ ഒരുപാട് സ്വാലിഹ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ അർത്ഥഗർഭത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നാം ചെയ്ത നന്മകളെല്ലാം നന്മകളായി കബൂലായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ഒരു രേഖയും നമ്മുടെ അടുത്തില്ല. കാരണം എല്ലാ നന്മകൾക്കും ഷുറൂത്തുണ്ട്, ഫുറൂദുണ്ട്, ബാഹ്യമായതുണ്ട്, ആന്തരികമായതുണ്ട്. അതെല്ലാം ഒത്തുകൂടിയെങ്കിലേ അത് കബൂലായി എന്നും അത് കാണാൻ പറ്റുന്ന രൂപത്തിലാകൂ എന്നും നമുക്ക് അറിയാം. അതേ സ്ഥാനത്ത് ഗീബത്ത് പറയാൻ, വ്യഭിചാരം ചെയ്യാൻ, കള്ളു കുടിക്കാൻ, കള്ളം പറയാൻ, ഹറാമ കാണാൻ ഒരു നിബന്ധനയില്ല. കിബിലാക്ക് മുന്നിടലോ അവർത്ത് മറക്കലോ ഹദസ്ന ശുദ്ധിയാകലോ അതിൻ്റെ ആവശ്യമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ മിസ്കാൽ ദർറത്തല്ല, ഖീറാത്ത് കണക്കിന് ചെയ്ത എല്ലാ ദമ്പുകളും യറഹു ആഖിറത്ത് നമ്മൾ കാണുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. മറിച്ച് ഖൈർ ചെയ്തത് ഒരു മിസ്കാൽ ദർറത്തിന് കാണുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഇത് ഓർത്തുകൊണ്ട് ബോധരഹിതരായ മരണം വരിച്ച ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു സംഭവം നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം.